ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചെലവ് കുറഞ്ഞ രീതിയിൽ ഗാർഡൻ സ്റ്റാൻഡുകൾ എങ്ങനെ വെക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ഹോം ടൂറിനെ പറ്റിയായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിയിച്ചു. അതുപോലെ തന്നെ പാഴാക്കി കളയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി മനസ്സിലാക്കിയുള്ളൂ. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ, കാര്യം നമുക്കധികം ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാ ചട്ടികളും നമ്മുടെ സ്റ്റാൻഡുകളിൽ എടുത്തു വെച്ച് നല്ല ഭംഗിയായിട്ട് മഴയത്തുനിന്നും വെയിലത്തുനിന്നും ചെടികൾ സംരക്ഷിക്കാനും അത് പൂക്കളുണ്ടാകുന്ന ഭംഗി കൂടുതൽ ആസ്വദിക്കാനും പറ്റിയ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ, ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡിനെ പറ്റിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാൻഡിനെ ആദ്യം പരിചയപ്പെട്ടിട്ട് നമ്മൾ ഈ സ്റ്റാൻഡുകളിൽ ഞാൻ എൻ്റെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളുടെ ഭംഗിയും പൂക്കളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാൻഡ്. ഇതിനു മുമ്പും ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ട്യൂബുണ്ട്, GI ട്യൂബാണിത്. 1/4 ഇഞ്ചിൻ്റെ പൈപ്പ് മാത്രമുള്ള ഒരു ട്യൂബാണ് ഇത്. നമുക്ക് 20 അടി പൈപ്പായിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് അറിയാം, ഇരുമ്പിന് കുറച്ച് വിലയുണ്ട്. എന്നാലും ഇതിൻ്റെ ഇരുമ്പിന് ഒരു കിലോ പൈപ്പിന് 100 രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൈപ്പ് നമ്മൾ വാങ്ങിയാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് തട്ടായിട്ട് നമ്മുടെ ഭംഗിയുള്ള പൂക്കളുള്ള ചെടികളും ഇലച്ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൈപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരടിയുടെ ഇതുപോലെ 2 അടിയുടെ 3 അടിയുടെ വലിപ്പത്തിലാണ് ഇത് പൈപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണ്. നമ്മൾ ഇതേപോലെ നീളത്തിൽ, നമ്മുടെ ആവശ്യാനുസരണം നീളത്തിൽ പൈപ്പ് മുറിക്കുക. അതിനുശേഷം നമ്മുടെ ബെഞ്ചിൻ്റെയൊക്കെ സ്റ്റൈല്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബെഞ്ച് ഉപയോഗിക്കാറുണ്ടല്ലോ, ആ ബെഞ്ചിൻ്റെയൊക്കെ സ്റ്റൈലിലാണ്. അപ്പോൾ എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഒരു കട്ടർ, അതായത് പൈപ്പ് കട്ടർ വാടകയ്ക്ക് എടുക്കാം. അതുപോലെ ഒരു വെൽഡിങ് സെറ്റും കൂടി വാടകയ്ക്ക് എടുത്താൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുക. അതിന് കാല് കൊടുക്കുന്നതിന് നല്ല ഉറപ്പായിട്ട് നമ്മൾ കാല് നല്ല രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ വണ്ണം കുറഞ്ഞ 1/2 ഇഞ്ച് വാർക്ക് കമ്പി അത് നമ്മൾ ഇതിന് കൊടുക്കാം. എന്നാലാണ് നല്ല ഉറപ്പോടുകൂടി ഇരിക്കുള്ളൂ. അപ്പോൾ കാല് വളഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ബെഞ്ചിൻ്റെ ആകൃതിയിൽ നമ്മൾ ഒരു സീറ്റ് ഇതുപോലെ റെഡിയാക്കാം. നമ്മുടെ ഈ കമ്പിയുടെ വലിപ്പം, അതായത് ഈ വ്യത്യാസം നമ്മുടെ ചെടിച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും വയ്ക്കാം. വീതിയുള്ള ചട്ടികളാണ് വെക്കുന്നുണ്ടെങ്കിൽ ഈ നടുക്കുള്ള കമ്പി 2 കുറച്ചും കൂടി അകത്തി വെക്കാം. അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റാൻഡുകൾ നമുക്ക് വെയിറ്റ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. നമുക്കൊരു കൈ കൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പോയി എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയിട്ടാലേ കുറച്ച് ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഈ ചില ചെടികൾ നമുക്ക് വീടിൻ്റെ സൈഡിലേക്കൊക്കെ എടുത്ത് നമ്മുടെ താഴെയൊക്കെ വെക്കുമ്പോൾ ആകെ വൃത്തികേടൊക്കെ ആയി പോകുമല്ലോ. അപ്പോൾ നമുക്ക് മഴ നനയാതെ സൺഷെയ്ഡിൻ്റെ അടിയിൽ, അതുപോലെ കാർ പോർച്ചിൻ്റെയൊക്കെ ഭാഗത്ത് നമുക്ക് മഴ നനയാതെ എടുത്ത് വെക്കാനായിട്ട് നല്ല ഐഡിയയാണ് ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മിക്കവാറും എല്ലാ ചെടികളും ഇതുപോലെയുള്ള സ്റ്റാൻഡുകളിലാണ്. പല പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡുകളാണ്. ഇത് ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ സ്റ്റാൻഡ് കേട്ടോ. കാരണം ഞാനിവിടെ ചെറിയ എന്താ പറയുക, കല്ലുകളൊക്കെ എടുത്ത് വെച്ച്, നമ്മുടെ സിമെൻറ്റ് കല്ലുകളൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് ഇങ്ങനെ പൊക്കത്തിൽ ഒരു സ്ലാബൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെടികൾ വെച്ചിരുന്നത്. പക്ഷെ അതൊരു ഭംഗിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ.
ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞാലും നമ്മളിപ്പോൾ വെയിലത്തേക്ക് നമ്മുടെ അഡീനിയ അങ്ങനെ നല്ല വെയിലത്ത് പൂക്കൾ തരുന്ന അഡീനിയ 10 മണി ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ വലിയ വലിയ ചട്ടികളിൽ നട്ടതിന് ശേഷം വെയിലത്ത് വെക്കണമെങ്കിലും നമുക്ക് ഈ സ്റ്റാൻഡ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലത്തെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി കേട്ടോ. 3 നിലകളിലായിട്ട് അല്ലെങ്കിൽ 3 തട്ടുകളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാൻഡാണിത്. ആ സ്റ്റാൻഡിൽ നമ്മളിതുപോലെ നല്ല എന്താ പറയുക തണൽ കിട്ടുന്ന ഭാഗം നോക്കി മരങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ ഇത് വെച്ചിരിക്കുകയാണ് സ്റ്റാൻഡുകൾ. അതിനകത്ത് നമ്മളിതുപോലെ കലാത്തിയെ പോലെയുള്ള വെയിലധികം വേണ്ടാത്ത ചെടികൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. കണ്ടോ, ഞാൻ കലാത്തിയുടെ വീഡിയോ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കലാത്തിയുടെ കെയറിങ് അറിയാൻ ആഗ്രഹമുള്ളവർ അതൊന്ന് കാണുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടോ എല്ലാ ചെടികളുടെയും ഭംഗി കറക്റ്റ് കാണാൻ പറ്റും തട്ടായിട്ട് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ പൊക്കം അനുസരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അത് കണ്ടോ, അപ്പോൾ മുകളിലിരിക്കുന്ന ചെടികളുടെയും ഭംഗി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബിഗോണിയൊക്കെ ഇങ്ങനെ വെക്കാം. ബിഗോണിയയ്ക്കൊന്നും അധികം വെയിൽ വേണ്ടല്ലോ. ഇലകളുടെ ഭംഗിയാണ് ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത്. ചെടികളുടെ ഒരു ഇഷ്ടം ചെടികളോട് തോന്നുന്നത് ഈ ഇലകളുടെ ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് കുറച്ച് തണലേരിയകളിലായിട്ട് ഇലച്ചെടികളും വെയിൽ കിട്ടുന്ന ഭാഗത്ത് യുഫോബിയ പോലെയുള്ള ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് താഴെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ ഒരു ഭംഗിക്ക് വെച്ചതാണ് കേട്ടോ. പിന്നെ 3 തട്ടായിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റാൻഡും. അതായത് ഇതും ഇതുപോലെ 3 അടി 2 അടി 1 അടി നീളത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബാക്കിൽ വയ്ക്കുന്ന ചെടികളുടെ സ്റ്റാൻഡ് കുറച്ച് പൊക്കമുള്ളതായിരിക്കണം. അതിൻ്റെ തൊട്ട് താഴെയായിരിക്കണം, 1 അടി താഴെയായിരിക്കണം അടുത്ത സ്റ്റാൻഡ്. അതിൻ്റെ 1 അടി താഴെയായിരിക്കണം 3ാമത്തെ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് എത്ര നിലകൾ വേണമെങ്കിലും നമുക്ക് എത്ര സ്റ്റാൻഡ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല രസമായിട്ട് നമുക്ക് ചെടിച്ചട്ടികൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന 20 അടി നീളം തന്നെയാണ്. ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല. 20 അടി നീളത്തിലാണ്, ഒരു സ്റ്റാൻഡേർഡ് നീളത്തിലാണ് കടകളിൽ കിട്ടുന്നത്. ആ ഒരു നീളത്തിൽ തന്നെയാണ് ഇത് നമ്മൾ സ്റ്റാൻഡാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടി ഇത് എത്ര ചെടിച്ചട്ടികൾ വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. ഒരു ഉറപ്പുറവില്ല. പക്ഷേ നമ്മൾ ഇത് ചെടിച്ചട്ടികൾ വെക്കുമ്പോൾ താഴത്തേക്ക് പോകാതിരിക്കാൻ നമ്മളിതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. വാർക്ക കമ്പി കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അത് വെൽഡ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് തരുന്ന പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ അവർ ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു കമ്പി കൊടുത്ത് അത് ക്ലിയർ ചെയ്ത് നമുക്ക് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ എന്ത് മനോഹരമാണെന്നറിയോ. കണ്ടോ, ഇത് നമ്മുടെ ആന്തൂറിയങ്ങൾ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആന്തൂറിയത്തിൻ്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റാൻഡുകളിൽ നമുക്കിതിപ്പോൾ ഞാൻ 3 തട്ടായിട്ട് സ്റ്റാൻഡുകൾ തന്നെ ഇവിടെയും വെച്ചിരിക്കുന്നത്. അത് ശരിക്കും ആ പൈപ്പിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ്, നല്ല ലെങ്ത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആന്തൂറിയത്തിൻ്റെയും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ 1 അല്ല 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കെയറിങ് അടുത്തൊരു ദിവസം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കുറച്ച് ടിപ്സും കൂടി ഉണ്ട്. നമുക്കിത് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂവുണ്ടായി കിട്ടുന്നതിന്. എല്ലാത്തിലും തന്നെ പൂക്കളുണ്ട്. നമ്മുടെ മഴക്കാലത്ത് എപ്പോഴും പൂന്തോട്ടത്തിൽ പൂക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു ചെടിയിലൊന്നാണ് ആന്തൂറിയ കേട്ടോ. എനിക്ക് എപ്പോഴും അത് കാരണം എനിക്ക് ഇങ്ങനെ സ്റ്റാൻഡുകൾ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടേ എവിടെ നോക്കിയാലും നമുക്ക് നല്ല പൂക്കളുടെ ഒരു നിറസാന്നിധ്യം തന്നെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊരു ഐഡിയ ആണ്. ഇതേപോലെ സ്റ്റാൻഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂന്തോട്ടം സെറ്റ് ചെയ്യാം. നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഒരു ഓർഡർ ഇല്ലാതെ പല സ്ഥലത്ത് വെക്കുന്ന ഒരു രീതിയിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു ഭാഗത്തെ സ്റ്റാൻഡ് കേട്ടോ. അതുപോലെ നമ്മുടെ ചൈനീസ് ബാൽസം ഇതേപോലെ തട്ടായിട്ട് നമുക്ക് വെക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ഐഡിയ കേട്ടോ ഇതേപോലത്തെ സ്റ്റാൻഡുകൾ. കാരണം തണലുള്ള ഭാഗത്താണ് ചൈനീസ് ബാൽസം നന്നായിട്ട് പൂവുണ്ടായി കിട്ടുക. അപ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ സൈഡുകളിലും നമുക്ക് തണലുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ നമുക്ക് വെച്ചാൽ നല്ല ഭംഗിയാണ്. ഇതുപോലെ കൂട്ടം കൂടി ചൈനീസ് ബാൽസത്തിലൊക്കെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ഭാഗം ഞാൻ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വെണ്ട, അതുപോലെ പച്ചമുളകുകൾ, വഴുതനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ പച്ചക്കറികളെല്ലാം അതിൻ്റെ ലൈഫ് തീർന്നു. ഇനിയിപ്പോൾ അതേ പുതിയതായിട്ട് ഞാൻ വിത്തുകളൊക്കെ പാകി പിടിപ്പിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, നല്ല ഉഷാറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമ്മൾ സ്റ്റാൻഡുകളിലും നല്ല കുറച്ച് പൊക്കത്തിലൊക്കെ ഇത് വെക്കുമ്പോൾ കീടാണുക്കൾ കുറയും.
ഈ താഴെ വെക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഒത്തിരി പുഴുക്കളും പ്രാണികളൊക്കെ നിറയും. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കിതുപോലെ പച്ചക്കറികൾ, വെണ്ട, വഴുതന, പച്ചമുളകുകളെല്ലാം ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിരിക്കും. അതുപോലെ നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടം പോലെ, നമ്മുടെ വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും കുറേ ഏരിയ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് പോയി പച്ചമുളക് പറിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റാൻഡുകളിൽ ഇതുപോലെ വലിയ വലിയ ചട്ടികളും നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ സ്റ്റാൻഡുകളിലൊക്കെ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ജി പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിപ്പമുള്ള ചട്ടികൾ വേണമെങ്കിലും വെക്കാം കേട്ടോ. അതുപോലെ എത്ര വെച്ചാലും ഈ ഒരു സ്റ്റാൻഡിന് ഒരു കേടും വരില്ല. എത്ര വർഷം വരെ. ഇപ്പം ഞാനൊക്കെ ബോഗൺവില്ല ഇവിടെ വെച്ചിരിക്കുന്ന ഇതേപോലെ ഉണ്ടാക്കിയ സ്റ്റാൻഡുകളിൽ വർഷങ്ങളായിട്ടിരിക്കുന്നു, ഇപ്പോഴും ഒരു കേടില്ല. എല്ലാ വർഷവും ഒന്ന് പ്രൈമർ ചെയ്യും. നമുക്ക് വെള്ളം കയറി തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമ്മുടെ മെറ്റൽ പ്രൈമർ അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ചെടി അതിനൊരു ഭംഗിയുണ്ടാകും. അതുപോലെ ഒത്തിരി നാൾ ഈട് നിൽക്കും. ഇത് കണ്ടോ, ഞാനിത് കുരുമുളകൊക്കെ വാങ്ങിച്ച് നല്ല ഉഷാറായിട്ടോ. ഒത്തിരി നാളായി. അതിനകത്ത് പച്ച കുരുമുളക് നമുക്ക് ഫിഷ് വറുക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികൾ നല്ല വെയിലുള്ള ഭാഗം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൂച്ചെടികൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല വെയിലത്ത് വെക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പ്രേമ മാഡം പറഞ്ഞ പോലെ അങ്ങനെ വെയിലത്ത് വെച്ചിരിക്കുന്നത്. നല്ല വെയിലുള്ള ഭാഗത്താണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് വേണം. അതുപോലെ നിങ്ങളുടെ നല്ല നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.